നമസ്കാരം. ഓരോ തെരഞ്ഞെടുപ്പ് കാലം കഴിയുമ്പോഴും ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എം പിമാരുണ്ടാകും. ആ എം പിമാർ കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കുന്ന എം പി ഫണ്ടുകളുണ്ടാകും. ആ എം പി ഫണ്ടൊക്കെ കൃത്യമായിട്ട് അനുവദിക്കുന്നുണ്ട്, അതൊക്കെ കൃത്യമായി ചിലവഴിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടുത്തെ നാട്ടുകാർക്ക് ചോദിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ, അല്ല അവർ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ ഇവർ നിൽക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ആരും കൃത്യമായി അത് ചിലവഴിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ എം പിമാർക്ക് അനുവദിച്ചിരിക്കുന്ന മുഴുവൻ ഫണ്ടുകളുണ്ട്, അത് അനുവദിച്ചത് മുഴുവൻ ചിലവഴിക്കാത്ത കേരളത്തിലെ എം പിമാരെന്ന് പറഞ്ഞാൽ 11 പേരുണ്ട് കേട്ടോ. ഏറ്റവും കുറവ് തുക വിനിയോഗിച്ചിരിക്കുന്നത് സുധാകരനാണ്. 5 കോടി പോലും ഉപയോഗിക്കാതെ ഡീനും ET മുഹമ്മദ് ബഷീറും രാജ്യം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിലടക്കം വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ അവരുടെ മണ്ഡലത്തിൽ എം പി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, ചിലവഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചിലവഴിച്ചതിൻ്റെ കണക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കേരളത്തിലെ 2 എം പിമാർക്ക് ഒഴികെ, അതായത് ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബും അബ്ദുൾ സമദ് സമദാനി, എല്ലാ എം പിമാർക്കും 17 കോടി രൂപയാണ് ഈ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്ര സ്റ്റാറ്റിക്കൽ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നതാണ്. മലപ്പുറം ജില്ലയിലെ 2 എം പിമാർക്ക്, അതായത് ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് 5ഉം സമദാനിക്ക് 2ഉം, കൊല്ലം എം പിയായിട്ടുള്ള പ്രേമേന്ദ്രൻ ഒഴികെ 7 കോടി രൂപ വീതമാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത്. കേരളത്തിലെ ലോക്സഭാ അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നേടിയെടുത്തത് കൊല്ലം എം പിയായിട്ടുള്ള പ്രേമേന്ദ്രനാണ്. ഏകദേശം 9.5 കോടി രൂപയാണ് അദ്ദേഹത്തിന് അനുവദിച്ചത് എന്നുള്ളത്. തനിക്ക് ലഭിച്ചിട്ടുള്ള 7 കോടി രൂപ 2023 തന്നെ തൻ്റെ ചെലവഴിച്ചു പ്രേമേന്ദ്രൻ. 2023-24 വർഷത്തെ 2.5 കോടി രൂപ കൂടി അദ്ദേഹം കൈപ്പറ്റുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ഫണ്ട് തുകയുടെ അടിസ്ഥാനത്തിൽ ചിലവാക്കിയതും ഈ NK പ്രേമേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന എം പിയാണ്. 10.2 കോടി രൂപ അനുവദിക്കപ്പെട്ട തുകയുടെ 103.51% അദ്ദേഹം ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഫണ്ട് വിനിയോഗത്തിൽ 1ാം സ്ഥാനം ഈ കൊല്ലത്തുള്ള നമ്മുടെ എം പിക്കല്ല കേട്ടോ. പകരം തിരുവനന്തപുരത്തെ എം പി ആയിട്ടുള്ള ശശി തരൂരാണ് ഫണ്ട് വിനിയോഗത്തിൽ 1ാം സ്ഥാനത്ത്. അനുവദിച്ച തുകയിൽ 124.87% തരൂർ ചിലവഴിച്ചിരിക്കുന്നത്. 8.88 കോടി രൂപ തൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് അദ്ദേഹം ഇതുവരെയും ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് ഫണ്ട് ചിലവാക്കിയ ലോക്സഭാ അംഗം എന്ന് പറയപ്പെടുന്ന മറ്റാരുമല്ല കേട്ടോ. ഈ KPCCയുടെ ഒരു പ്രസിഡൻ്റുണ്ട്, കണ്ണൂരിൻ്റെ എം പി ആയിട്ടുള്ള K സുധാകരൻ. 4.8575 കോടി രൂപ മാത്രമാണ് സുധാകരൻ തൻ്റെ മണ്ഡലത്തിൽ വിനിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കുറവ് തുക ചിലവാക്കിയതിൽ 2ാം സ്ഥാനത്ത് പൊന്നാനിയുടെ എം പി ആയിട്ടുള്ള ET മുഹമ്മദ് ബഷീറുണ്ട്. അദ്ദേഹം 4.8596 കോടി രൂപ ഇതാണ് അദ്ദേഹം ചിലവഴിച്ചിരിക്കുന്നത്. ഇനിയൊന്ന് ഇടുക്കിയുടെ എം പി ഡീൻ കുര്യാക്കോസ്, അദ്ദേഹവും ചിലവഴിച്ച ഏറ്റവും കുറഞ്ഞ തുകയാണ് 4.9364 കോടി രൂപ. കേരളത്തിലെ ഏകദേശം 21 എം പിമാരിൽ 11 പേർക്ക് അനുവദിച്ച തുക മുഴുവനും വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനുവദിക്കുന്ന തുക പോലും ഇവർ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. LDFൻ്റെ കേരളത്തിൽ നിന്നുള്ള ആകെയുള്ള ഏക എം പി ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫാണ് കേട്ടോ. ആരിഫ് 6.5383 കോടി രൂപ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയതായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ഇനി മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ എം പി രാഹുൽ ഗാന്ധിയും അനുവദിച്ച 7 കോടിയേക്കാൾ കൂടുതൽ തുക മണ്ഡലത്തിൽ ഇപ്പോൾ ചിലവഴിച്ചു കഴിഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം 123.45% തുക രാഹുൽ ഗാന്ധി വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എം പി ഫണ്ട് വിനിയോഗത്തിൽ 2ാം സ്ഥാനമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത്. 1ാം സ്ഥാനം ശശി തരൂർ കൊണ്ടുപോയി കേട്ടോ. 5 വർഷത്തിനിടയിൽ 2 എം പിമാരുണ്ടായ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി 5.118 കോടി ചിലവാക്കിയപ്പോൾ പകരക്കാരനായിട്ടെത്തിയ സമദാനി വെറും 53.5 ലക്ഷം രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടിക്ക് 5 കോടിയും സമദാനിക്ക് 2 കോടിയുമാണ് അനുവദിക്കപ്പെട്ടത്. ഇവർ രണ്ട് തരത്തിലാണല്ലോ അന്ന് എത്തപ്പെട്ടത്, 2 പ്രാവശ്യമായിട്ടാണല്ലോ എത്തപ്പെട്ടത്. കേരളത്തിലെ എം പിമാരും ഒപ്പം തന്നെ അവർ ചിലവഴിച്ചിട്ടുള്ള എം പി ഫണ്ടും എന്ന് പറയപ്പെടുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എം പി ആയിട്ടുള്ള അബ്ദുൾ സമദാനി മലപ്പുറം 53 ലക്ഷം രൂപയാണ്. PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ആദ്യം മലപ്പുറത്തിൻ്റെ എം പി. അദ്ദേഹം 5.118 കോടി രൂപ. K സുധാകരൻ 4.8575 കോടി രൂപ. പ്രതാപൻ 8.5 കോടി രൂപ തൃശ്ശൂരിൻ്റെ എം പി. തോമസ് ചാഴിക്കാടൻ കോട്ടയത്തിൻ്റെ എം പി 7.342 കോടി രൂപ.
മാവേലിക്കരയുടെ എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് 5.868 കോടി രൂപ. ഇനി ഒന്ന് കോഴിക്കോട് എം പി MK രാഘവൻ 6.078 കോടി രൂപ. പൊന്നാനിയുടെ എം പി ടി മുഹമ്മദ് ബഷീർ 4.859 കോടി രൂപ. തിരുവനന്തപുരത്തിൻ്റെ എം പി ശശി തരൂർ 8.88 കോടി രൂപ ചിലവഴിച്ചിരിക്കുന്നു. രമ്യ ഹരിദാസ് ആലത്തൂർ 8.486 കോടി രൂപ. ഹൈബീഡൻ എറണാകുളത്തിൻ്റെ 5.578 കോടി രൂപ. അടൂർ പ്രകാശ് ആറ്റിങ്ങൽ എം പി 7.719 കോടി രൂപ. ആലപ്പുഴ MA ആരിഫ് 6.5383. ഡീൻ കുര്യാക്കോസ് ഇടുക്കിയുടെ എം പി 4.964. കെ മുരളീധരൻ വടകര 6.619 കോടി രൂപ. പത്തനംതിട്ട ആൻ്റണി 8.4283 കോടി രൂപ. രാജമോഹൻ ഉണ്ണിത്താൻ കാസർഗോഡിൻ്റെ എം പി 7.4655 കോടി രൂപ. NK പ്രേമേന്ദ്രൻ കൊല്ലത്തിൻ്റെ എം പി 10.0235 കോടി രൂപ. ബെന്നി ബെഹനാൻ ചാലക്കുടി എം പി 6.5144 കോടി രൂപ. VK ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ എം പി 6.8813 കോടി രൂപ. രാഹുൽ ഗാന്ധി വയനാടിൻ്റെ എം പി 8.872 കോടി രൂപ. ഇങ്ങനെയാണ് MP ഫണ്ട് അനുവദിച്ചത്, ചെലവഴിച്ചിട്ടുള്ളത് നമ്മുടെ MP മാർ. ഇതിനകത്ത് ചിലവഴിച്ച തുകകൾ കൃത്യമായി അല്ലെങ്കിൽ ലഭിച്ച തുകകൾ കൃത്യമായി വിനിയോഗിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. പാവപ്പെട്ടവന്മാർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട കർഷകർക്ക്, തൊഴിലാളികൾക്ക് അവർക്ക് അനുവദിച്ച് നൽകുന്ന തുകകൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട തുകകളെങ്കിലും നൽകാൻ കഴിയുന്ന തരത്തിലുള്ള MP ഫണ്ടുകൾ വിനിയോഗിക്കുവാൻ എന്തുകൊണ്ടാണ് ഈ MP മാർക്ക് സമയമില്ലാതായി പോകുന്നത്? ജയിപ്പിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അവർക്കൊക്കെ. ഈ ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ എന്താ ആർക്കും ഫണ്ട് വിനിയോഗിക്കേണ്ട ആവശ്യമില്ലേ? പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറിന് ഫണ്ട് വിനിയോഗിക്കേണ്ട ആവശ്യകതയില്ലേ? ഇങ്ങനെ ചോദിക്കാൻ നിരവധി ഏകദേശം 11ഓളം പേർ ഇതുവരെയും ചിലവഴിച്ച് തീർത്തിട്ടില്ല എന്നുള്ളതാണ്. 7 കോടി രൂപയാണ് കൊടുക്കുന്നത്. ആ 7 കോടി രൂപയുടെ ഫണ്ട് പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവരെയൊക്കെ ഇങ്ങനെ MP മാരായി പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. വിനിയോഗിക്കപ്പെടാൻ കേന്ദ്രം അനുവദിക്കപ്പെടുന്ന പണം പോലും കൃത്യമായി അത് ചിലവഴിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരാരും അവരവരുടെ ലോക്സഭാ മണ്ഡലങ്ങളിൽ അവരുടെ മണ്ഡലങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പഠിച്ചു മനസ്സിലാക്കിയവർ വളരെ കൃത്യമായി അത് ചിലവഴിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് ശശി തരൂരും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ അതിനകത്തുണ്ട്. NK പ്രേമേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന കൊല്ലത്തിൻ്റെ MP ഉണ്ട്. ഇങ്ങനെ ചിലവഴിക്കുവാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാനും കഴിയുന്നവർ വിരലിൽ എണ്ണാവുന്നവരാണ്. പക്ഷേ 20 MP മാരിൽ 11ഓളം പേർ ഫണ്ട് തുക കൃത്യമായി ചിലവഴിക്കാത്തവരാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടവരാണോ എന്ന് ചിന്തിക്കുക. ഈ തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ അയക്കുന്നവരുണ്ടല്ലോ, MP മാരായി ലോക്സഭയിലേക്ക് പോകുന്നവർ, അവരവിടെ പോകേണ്ടവരാണോ, ജനങ്ങളോട് സംവദിക്കുന്നവരാണോ, ജനങ്ങൾക്ക് വേണ്ടി സംവദിക്കുന്നവരാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അതിനുശേഷം മാത്രമേ വോട്ടെന്ന നമ്മുടെ സമ്മതിദാനാവകാശം വളരെ കൃത്യമായി വിനിയോഗിക്കാവൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചിന്തിക്കുക, അതിനുശേഷം മാത്രം ഇനിയെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുക.